ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പൂർവികരാകുന്ന ആളുകൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഗുരുവര്യന്മാർ, പ്രസ്ഥാന ബന്ധുക്കൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, മർഹമത്ത് നൽകുമാറാകട്ടെ. അവരുടെ ദറജയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുമാറാകട്ടെ. ഉപരിയായി നാളെ അവന്റെ ജന്നാത്തുൻ നഈമിൽ പരിലസിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ട ഒരു മതം, അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. ആ ദീനുൽ ഇസ്ലാമാകുന്ന ആ മതത്തെ ഇവിടെ പ്രബോധനം ചെയ്യുവാനും ജനഹൃദയങ്ങളിലേക്ക് അവന്റെ പരിശുദ്ധമാകുന്ന ദീനിന്റെ എല്ലാ വ്യവസ്ഥകളെയും വ്യതിഗതികളെയും എല്ലാം എത്തിച്ചു കൊടുക്കുവാനും 1,24,000 പരം വരുന്ന അംബിയ മുർസലീങ്ങളെ അവൻ ഇവിടെ നിയോഗിക്കപ്പെട്ടു. ഈ 1,24,000 പരം വരുന്ന അംബിയ മുർസലീങ്ങളിൽ നിന്നും 313 ആളുകളെ ഇവിടെ ഫീൽഡ് വർക്ക് ചെയ്യുവാൻ വേണ്ടി, അതായത് പ്രബോധനത്തിന് വേണ്ടി, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി 313 മുർസലീങ്ങളെ അല്ലാഹു തആല തിരഞ്ഞെടുത്ത് അയച്ചു. ആ 313 മുർസലീങ്ങളിൽ എല്ലാ ആളുകളെയൊന്നും അല്ലാഹു നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ 25ഓളം വരുന്ന മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അതിൽ 5 ഉലുൽ അസ്മുകളെയും അല്ലാഹു തആല നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. ഉലുൽ അസ്മുകൾ ഈ 313 മുർസലീങ്ങളിൽ അത്യുന്നതരാകുന്ന പ്രവാചകന്മാർ, ശ്രേഷ്ഠത കൂടിയവർ. ഇതാണ് 5 ഉലുൽ അസ്മുകൾ. ആ 5 ഉലുൽ അസ്മുകളാകുന്ന പ്രവാചകന്മാരുടെ നേതാവായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുകയാണ്. ചില രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞങ്ങളെ തളർത്താൻ ആരും ശ്രമിക്കണ്ട. എന്നാൽ ഇവർ പറയുന്ന കല്ലും മുള്ളും യഥാർത്ഥത്തിൽ അനുഭവപ്പെട്ട ഒരു നേതാവ് ആരാണ്? അതേ അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിലനിൽക്കുന്ന, അതാ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നാൾവഴികളെ പരിശോധിക്കുമ്പോൾ അബൂലഹബിന്റെ കല്ലും ഉമ്മുലബീദിന്റെ മുള്ളും അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതാണല്ലോ സൂറത്തു തബ്ബത് യദാ അബീ ലഹബ് എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങാൻ തന്നെ കാരണമായത് ഈ അബൂലഹബിന്റെ കല്ല് നിറഞ്ഞ വർത്തമാനങ്ങൾ, ഉമ്മുലബീദിന്റെ മുള്ളു നിറഞ്ഞ വർത്തമാനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നേരിട്ടതിന്റെ പേരിലാണ്. അതാ നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ അവർ നമ്മൾ പൂമാലയിട്ടുകൊണ്ടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ സ്വീകരിച്ചത് ഒട്ടകത്തിന്റെ ചീഞ്ഞമിഞ്ഞ കുടൽമാലയിട്ടുകൊണ്ടാണ്. അത് കഴിഞ്ഞ് താൻ ജനിച്ച നാട്ടിൽ, താൻ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് തനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല, അല്ലാഹ് എന്ന ഏക ഇലാഹിന്റെ വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ തന്നെ ഉപദ്രവിക്കുന്നവരുടെ ഇടയിൽ നിന്നും അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താനതാ പാൽ കുടിച്ച് വളർന്ന, മുല കുടിച്ച് വളർന്ന തോയിഫിന്റെ മണലാരുണ്യത്തിൽ തന്റെ കുടുംബക്കാരെ ആരെങ്കിലും തനിക്ക് അഭയം തരുമോ എന്ന് പ്രതീക്ഷിച്ചു പോയപ്പോ
അതാ എടുത്തു വെച്ച ഓരോ കാൽച്ചുവട്ടിലേക്കും കല്ലുവാരി എറിഞ്ഞ് അവിടുന്ന് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് രക്തം അതാ പൊട്ടി ഒഴുകിയത് നമ്മൾ ചരിത്രത്തിൽ റസൂലുള്ളാഹിന്റെ പ്രബോധന വഴികളിൽ വായിച്ചവരാണ്. നമുക്കറിയാവുന്ന ചരിത്രം കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. അവസാനം ആ മക്കയിൽ അവിടുന്ന് നിൽക്കാൻ കഴിയാതെ അള്ളാന്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ മദീനയിലേക്ക് കടന്നു പോകുമ്പോഴും ആ മദീനയിലെത്തിയിട്ടും അവിടുന്ന് റസൂലുള്ളാഹിനെ അവിടുന്ന് ശത്രുക്കളതാ മദീനയിൽ സ്വസ്ഥമായി ഇബാദത്ത് ചെയ്യുവാനോ പ്രബോധനം ചെയ്യുവാനോ അനുവദിക്കുന്നില്ല. അവിടെയും അവർ ഉപദ്രവിക്കുമ്പോഴാണ് നമ്മൾ കേട്ടറിഞ്ഞ ചരിത്രത്തിൽ വായിച്ചു പഠിച്ച ഒരുപാട് യുദ്ധങ്ങളുടെ ചരിത്രം അവിടെ ഉണ്ടാകുന്നത്, പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നത്. ഉഹദ് യുദ്ധത്തിന്റെ പ്രതിരോധം നമ്മൾ കേട്ടവരാണ്. അതാ അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടു പോയി, കൊന്നുകളഞ്ഞു എന്ന് കള്ളപ്രചരണം നടത്തിയപ്പോ അള്ളാഹുവിന്റെ ഹബീബിനോടൊപ്പം വന്ന സഹാബാക്കൾ 12 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാവരും പിന്തിരിഞ്ഞു പോയപ്പോ അതാ ആമിനയുടെ പൊന്നുമകൻ വിളിച്ചു പറയുകയാ, നിങ്ങൾ വിഷമിക്കല്ലേ, അന നബിയുൻ ലാ കാദിബ്, ഞാൻ കളവ് പറയുകയല്ല, അന നബിയുൻ, ഞാൻ പ്രവാചകനാ, ഇബ്നു അബീ ത്വാലിബ്, അബൂ ത്വാലിബിന്റെ മകനാകുന്ന പ്രവാചകനാ, അവർ കൊന്നുകളഞ്ഞത് വേറെ ആരെയോ ആണെന്ന് പറയേണ്ടുന്നത് അതാ പറയേണ്ടുന്ന സമയത്ത് കറക്റ്റായി അവിടുന്ന് വിളിച്ചു പറഞ്ഞ് കാണിച്ചു തന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം അവിടുന്ന് ഹജ്ജത്തുൽ വദാ വരുമ്പോ അവിടുന്ന് ഈ പരിപൂർണമാകുന്ന ദീനെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഹജ്ജത്തുൽ വദാഇന്റെ ആ വലിയ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാ, ഓ സഹാബത്തേ, അതാ ഞാനതാ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ, ആക്രമണത്തിന്റെ വഴികളിലൂടെ, അതാ ഒട്ടകത്തിന്റെ ചീഞ്ഞുമിഞ്ഞ കുടൽമാലയും ഏറ്റുവാങ്ങി ഇത്തരത്തിൽ സകലമായ പ്രതിസന്ധികളും നേരിട്ടുകൊണ്ട് കടന്നു വന്ന ഈ ദീന് നിങ്ങളുടെ മുമ്പിൽ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അതാ ഈ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്ന സ്വഹാബാക്കൾ ആരാണ്? ഈ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാൻ പറ്റിയ ഏറ്റവും വലിയ ആളുകൾ അസ്ഹാബി കന്നജൂം, എന്റെ സ്വഹാബാക്കൾ നക്ഷത്രതുല്യരാണ്. ഈ സ്വഹാബാക്കൾ ഇത് ഏറ്റുവാങ്ങുകയാണ്. അല്ലദീന തബഊഹും ബിഇഹ്സാൻ, ആ സ്വഹാബാക്കൾക്ക് ശേഷം ഇഹ്സാൻ നന്മയിൽ അവരെ പിന്തുടരുന്ന സകല ആളുകളിലേക്കുമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നു. അക്മൽതു ലക്കും ദീനക്കും, അതേ നിങ്ങളുടെ ദീന നാം പൂർത്തിയാക്കി നിങ്ങളുടെ കരങ്ങളിൽ ഇതാ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇഹ്സാനികളിൽ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കരങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങിയ പരിപൂർണമായ ദീൻ സ്വഹാബാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിക്കുവാൻ തുടങ്ങുകയാണ്. ഈ ലോകത്ത് ഈ പരിശുദ്ധമായ ദീനെ ലോകത്തിന്റെ വിവിധ മേഖലകളിലും അവർ പ്രചരിപ്പിക്കുമ്പോ, പ്രബോധനം നടത്തുമ്പോ, അക്കൂട്ടത്തിൽ അവർ ഇന്ത്യയിലേക്ക് സഞ്ചരിച്ചു വരികയാണ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കടന്നു വരുന്നതെന്നുള്ള ചരിത്രം അറിയുന്നവരാണ് നമ്മൾ. കേരളത്തിലേക്ക് വന്ന ഇസ്ലാമിക പ്രബോധകർ സ്വഹാബാക്കൾ, ഈ സ്വഹാബത്ത് കേരളത്തിലേക്ക് കടന്നു വന്നത്
പലരും പറയും, പല ചരിത്രങ്ങളും പറയുമെന്നാൽ ഹിജ്റ 5-ാം വർഷം തന്നെ അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധമായ ദീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹിജ്റ 60-ന് ശേഷമാണ് നാമൊക്കെ ഇന്ന് വായിക്കുന്ന അറബി അക്ഷരം അത് പുള്ളിയും ഹർക്കത്തുമുള്ളതായി മാറിയത്. പണ്ടത്തെ മലബാറുകാർ പറയും അറാഫും പുള്ളിയും ഇടുക എന്ന് പറയും. ഈ അറാഫും പുള്ളിയും ഇടുന്ന പരിപാടി നമ്മുടെ കേരളത്തിൽ നിന്നല്ല, ലോകത്തിലുണ്ടായത് ഹിജ്റ 60-ന് ശേഷമാണ്. ഹിജ്റ 60-ന് മുമ്പ് അറബി അക്ഷരങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. അപ്പോ ആ കാലഘട്ടത്തിൽ എഴുതിയതാകുന്ന അറബി ലിപികൾ നമ്മുടെ കേരളത്തിൽ പല മസ്ജിദുകളിലും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്കും അതിന്റെ ചരിത്രങ്ങളിലേക്കും പിന്നാമ്പുറങ്ങളിലേക്കും ഈ സമയം നമുക്ക് അനുവദിക്കാത്തത് കൊണ്ട് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ കേരളത്തിലേക്ക് കടന്നു വന്ന സ്വഹാബാക്കൾ കൊണ്ടുതന്ന, താബഈങ്ങൾ കൊണ്ടുതന്ന, തബഉ താബഈങ്ങൾ കൊണ്ടുതന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, ഈ ദീനുൽ ഇസ്ലാം ഒരു സംഘടിതമാകുന്ന രൂപത്തിൽ പണ്ട് കാലഘട്ടങ്ങളിൽ ഇവിടെ ഇല്ലായിരുന്നു. അവർ കൊണ്ടുവന്നത് എന്താണോ അവരെ കണ്ടുപിടിച്ചവർ അതുപോലെ അവരെ പിന്നിലേക്ക് അണിനിരന്നുകൊണ്ട് പോകുന്ന ഒരു പതിവായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ലോകത്ത് ബ്രിട്ടീഷിന്റെ വിഭജനമാകുന്ന ഭരണങ്ങൾക്ക് ശേഷം പല മാറ്റങ്ങളും ഇവിടെ ഉണ്ടാവുന്നു. 1925-ലാണ് ഇന്ന് നാം നിലകൊള്ളുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ ആദ്യമായി നിലവിൽ വരുന്നത് 1925-ലാണ്. ഈ 1925-ൽ അഡ്വക്കേറ്റ് കമ്മിറ്റി ഉണ്ടാകുന്നതിന് മുമ്പ് 1927 മുതൽ തന്നെ അതാ ബിദ്അത്ത് പ്രസ്ഥാനക്കാരെ വഹാബികൾ ഇവിടെ ഉലമാ സംഘടന ഉണ്ടാക്കാൻ ശ്രമം നടത്തി. അവർ വിവിധ സമ്മേളനങ്ങളും വിവിധ മീറ്റിങ്ങുകളും ഉണ്ടാക്കി. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും ഒക്കെയും ഉണ്ടായിരുന്ന ആ ഒരു സമാപനത്തിന് ശേഷം ഖിലാഫത്ത് പരിപാടിയിൽ പങ്കെടുത്തവരെ ആദരിക്കാനും ബഹുമാനിക്കാനും വേണ്ടിയിട്ട് പല സമ്മേളനങ്ങളും വിളിച്ചുകൂട്ടിയിട്ട് അവർ അവിടെ വെച്ച് ഉലമാ സമ്മേളനം, ഉലമാ സംഘടനകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പക്ഷേ അബ്ദുൽ ബാരി ഉസ്താദിനെ പോലെയുള്ള അന്നത്തെ വലിയ കരയെടുപ്പുള്ള പണ്ഡിതന്മാരുടെ ഘോര ശബ്ദം കാരണം അതവിടെ നിലച്ചുപോയി. പിന്നീട് അവർ മജ്ലിസുൽ ഉലമ എന്ന പേരിൽ 1921 ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ മജ്ലിസുൽ ഉലമ അല്ലെങ്കിലും അതിന്റെ കൂടെ തന്നെ അതും അവിടുന്ന് അവർക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ മജ്ലിസുൽ ഉലമയുടെ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും ദ്രുതഗതിയിലോ അവർ ഉദ്ദേശിച്ച രൂപത്തിലോ നടത്താൻ കഴിയാതെ വന്നപ്പോ പിന്നീട് പല പേരിലും അവർ പല പേര് പറഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിലേക്ക് നാട് വിട്ട് ഒളിച്ചോടി. മലബാർ കലാപമൊക്കെ വന്നു. അതിന്റെയൊക്കെയും പിന്നാമ്പുറങ്ങളിൽ അവർ പല ഭാഗങ്ങളിലേക്കും ചേക്കേറിയതിന്റെ ഭാഗമായി പിന്നീട് മണപ്പാട് കുടുംബവുമായി ചേർന്നുകൊണ്ട് ഞാൻ ഓടിച്ച് ഇതൊക്കെ വിശദമായിട്ട് ആ ഒരു ചരിത്രം പറയേണ്ട ഭാഗമാണ്. പക്ഷേ നമ്മുടെ സമയം, നമ്മുടെ ഈ ഒരു ടൈം അതിൻ്റെതല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ നിലയിൽ നമുക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കടന്നുവരവിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നതിൻ്റെ പേരിൽ ഞാൻ ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. 1921 ശേഷം മണപ്പാട് കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മസ്ലഹത്ത് സമിതി എന്നും ഐക്യസംഘം എന്ന പേരിലുമൊക്കെ പലതരത്തിലുള്ള സമ്മേളനങ്ങൾ അവർ വിളിച്ചുകൂട്ടി. അതിനൊക്കെ ശേഷം 1923 അവര് ഈ ഐക്യസംഘത്തിന്റെ രൂപത്തിൽ ഒരു സമ്മേളനം നടത്തി. ഇങ്ങനെ പല ഒരുമിച്ച് കൂട്ടലുകൾ നടത്തി. അവസാനം ആലുവയിൽ വെച്ച് 1924 നടന്ന രണ്ടാമത്തെ ഐക്യസംഘത്തിന്റെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ വഹാബി പ്രസ്ഥാനക്കാരും രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി ചേർന്നുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച സമയത്ത്
വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന സയ്യിദ് കുടുംബത്തിൽപ്പെട്ട ഏറ്റവും ബഹുമാനപ്പെട്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട പൊന്നുമകൻ ഈ പ്രസ്ഥാനത്തിന്റെ അപകടം മനസ്സിലാക്കി അവിടുന്ന് അന്ന് കേരളക്കരയിലുണ്ടായിരുന്ന സകല ഉലമാക്കളുമായി ബന്ധപ്പെടുകയാണ്. അക്കൂട്ടത്തിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമായി ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയുടെ ഭാഗമായിട്ട് കോഴിക്കോട് കുറ്റിച്ചിറയിലുള്ള പള്ളിയിൽ വെച്ചുകൊണ്ട് ആദ്യമായി അഡ്വക്കേറ്റ് കമ്മിറ്റി വിളിക്കുകയാണ്. 1925 KP അഹമ്മദ് മീറാൻ മൗലവി എന്ന് പറയുന്ന മഹാനായ ഉസ്താദിനെ അവിടുന്ന് അതിന്റെ ചെയർമാനാക്കുകയും പാറോൾ ഹുസൈൻ സാഹിബിനെ കൺവീനറാക്കിക്കൊണ്ട് ഈ ഒരു സമിതി അവിടെ വിളിച്ചു കൂട്ടുകയും അഡ്വോക്കേറ്റ് കമ്മിറ്റി വരികയും ഈ അഡ്വക്കേറ്റ് കമ്മിറ്റിയുടെ പ്രവർത്തന തീരുമാനത്തിൽ അവർ പല മീറ്റിങ്ങുകൾ പല ഭാഗങ്ങളിൽ വെച്ചുകൊണ്ട് ചാലിയത്തും അതുപോലെ തന്നെ എടവണ്ണപ്പാറയിലും തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വെച്ചുകൊണ്ട് വിവിധങ്ങളായ മീറ്റിങ്ങുകൾ നടക്കുകയാണ്. അതിനിടയിൽ വിവിധങ്ങളായ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. ഈ വിവിധങ്ങളായ സമ്മേളനങ്ങളും വിവിധങ്ങളായ മീറ്റിങ്ങുകളുടെ ഇടയിൽ ഒരുപാട് വിഷയങ്ങൾ ഇടങ്കോരിടാൻ വഹാബി പ്രസ്ഥാനക്കാര് മുന്നോട്ട് വരുന്നുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങളെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ വഴിയിൽ തടയാനും അവരുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുമുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെയും ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇവർ ആ നാട്ടിലുള്ള കുറെ ആളുകളോട് ചെന്ന് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങി. എന്തിന്റെ പേരിലാ ഒപ്പിട്ട് വാങ്ങുന്നത്? ഇവിടെ ഒരു പാലം വരുന്നുണ്ട്, ഈ പാലം ഇവിടെ ഈ നാടിന് ആപത്താണ്, അപകടമാണെന്ന് പറഞ്ഞ് ആ നാട്ടിലുള്ള സകല ജനങ്ങളുടെ കയ്യിൽ നിന്നും അവർ ഒപ്പ് ശേഖരണം നടത്തുകയാണ്. ഏകദേശം കുറെ ഒപ്പ് ഒരു പേപ്പറിൽ ശേഖരിച്ചു. അതിൽ നിന്നും അതാ പരിശുദ്ധമായ ദീനിന്റെ ആദർശം പറയാൻ വേണ്ടിയിട്ട് കടന്നു വന്ന പാങ്ങിൽ ഉസ്താദിനെ അതാ പാതി വഴിയിൽ വെച്ചുകൊണ്ട് വഹാബികൾ അതാ അവിടുത്തെയുള്ള പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് തടയുന്നു. പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് പാങ്ങിൽ ഉസ്താദിനെ തടയുകയാണ്. ഈ വിഷയം അറിഞ്ഞുകൊണ്ട് അവിടേക്ക് ഓടിച്ചെന്നതാകുന്ന മറ്റ് ദീനീ പ്രസ്ഥാനത്തിന്റെ ആളുകളൊക്കെയും എന്തുകൊണ്ട് ഞങ്ങളുടെ ഉസ്താദിനെ തടഞ്ഞു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഒരുമിച്ച് കൂടിയപ്പോ അവിടുന്ന് നിയമപാലകർ പറയുന്നു, അതാ ഇദ്ദേഹത്തിന്റെ ബലവും ഇദ്ദേഹത്തിന്റെ പോക്കും ഇത് നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തന്നെ സമർപ്പിച്ച ഹർജി മൂലമാണ് ഞങ്ങൾ നിയമപരമായി ഈ മനുഷ്യന്റെ യാത്രയെ തടഞ്ഞതെന്ന് പറയുമ്പോ അവർ ഏത് പേപ്പർ ഏത് പരാതി എന്ന് നോക്കിയിട്ട് ആ പരാതിയുള്ള പേപ്പർ എടുത്ത് നോക്കിയപ്പോ അതിൽ കാണാൻ കഴിയുന്നത് പാലം പണിയുന്നതിന് എതിർക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്നും ഒപ്പു ശേഖരിച്ച പേപ്പറിനകത്ത് അവിടുന്ന് പരാതി എഴുതിയിരിക്കുകയാണ് പാങ്ങിൽ ഉസ്താദിനെതിരിൽ. ഇങ്ങനെ അതാ കുതന്ത്രങ്ങൾ മെനഞ്ഞ് വല്ലാത്ത കളവ് പ്രചരണങ്ങൾ നടത്തി ഇങ്ങനെ അവർ പല രൂപത്തിലും അവിടുന്ന് ഈ പരിശുദ്ധമായ സംഘടനയെ ഈ ഉലമാക്കളുടെ സംഘത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നു. ആ സമയത്താണ് അവർ ഒരു ഫറോക്കിൽ വെച്ചുകൊണ്ട് വലിയൊരു സമ്മേളനം അവിടുന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിക്കുകയും ആ സമ്മേളനത്തിനിടയിൽ അവർ അതാ വക്കീൽ നോട്ടീസ് അയക്കുന്നു. കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ളത് അത് ഞങ്ങളുടെ സംഘടനയാണ്, നിയമപരമായി ഞങ്ങൾ സൊസൈറ്റി ആക്ട് പ്രകാരം ഞങ്ങൾ ഇവിടെ അതാ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ്. അതുകൊണ്ട് ഇത് കൊണ്ട് ഈ പേര് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സമ്മേളനം നടത്താൻ സാധ്യമല്ല. ആ സമയത്താണ് അവിടുന്ന് പാങ്ങിൽ ഉസ്താദ് മറ്റുള്ള ഉലമാക്കളുമായി ചർച്ച നടത്തി ലെറ്ററുമായി കൊണ്ടുവന്നു. ഇതിനിടയിലും സമ്മേളന പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോയി. അവസാനമത ആ സമ്മേളനം അവിടെ നടക്കുകയാണ്. എന്താണ് ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് അവർ എഴുതിയതാകുന്ന അവർ അയച്ച വക്കീൽ നോട്ടീസ് എടുത്ത് ഉയർത്തി കാട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ വാറോല ഇവിടെ വില പോകൂല മോനെ, ഇത് കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഞങ്ങളുടെ പേരിന്റെ മുന്നിലുള്ള
എന്നുള്ളത് ശ്രദ്ധിക്കാതെ നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ അവിടെയും അവർക്ക് വില പോകുന്നില്ല. ഇങ്ങനെ പല രൂപത്തിൽ അവർ ഈ സംഘടനയുടെ രജിസ്ട്രേഷനും അതിന്റെ നിർമ്മിതിയും ഒക്കെ തടയാൻ കൊണ്ടുവന്ന പല പ്രവർത്തനങ്ങളും അതിനിടയിൽ നടന്നു. അവസാനമായി 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആദ്യമായി ഈ പരിശുദ്ധമാവുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ത്രിവർണ്ണ പതാക ഏറ്റുവാങ്ങുകയാണ്. PV മുഹമ്മദ് മുസ്ലിയാർ സെക്രട്ടറി ആയിക്കൊണ്ട്, അവിടുന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റ് ആയിക്കൊണ്ട്. ആരാണ്? ചില ആളുകളൊക്കെ അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. പാങ്ങിൽ ഉസ്താദാണ് ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്ന ആളുകൾ ഉണ്ട്. ചരിത്രം നമ്മൾ പഠിക്കണം. സമസ്തയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. സമസ്തയുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ആദ്യമായി സമസ്തയുടെ ചരിത്രത്തിൽ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റായും 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചുണ്ടായ തീരുമാനത്തിൽ PV മുഹമ്മദ് മുസ്ലിയാരാണ് ആദ്യമായി സമസ്തയുടെ പതാക വാങ്ങുന്നവർ. ഈ PV മുഹമ്മദ് മുസ്ലിയാരെ സംബന്ധിച്ച് നമ്മൾ ആരാണ്? വലിയൊരു മഹാനാണ്, ബഹുഭാഷാ പണ്ഡിതനാണ്. 1912 കാലം മുതൽ തന്നെ നമ്മുടെ ചില വഹാബികള് പറയാറുണ്ട്, ചില വിദ്യാർത്ഥികാരെ വിളിച്ചു പറയാറുണ്ട്, ഞങ്ങളാണ് ഇവിടെ മദ്രസ പ്രസ്ഥാനം കൊണ്ടുവന്നത്, ഞങ്ങളാണ് ഇവിടെ മദ്രസ ഉണ്ടാക്കിയത്, ഞങ്ങളാണ് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ അവർ പറയാറുണ്ട്. ചരിത്രം അറിയാതെ പോയതിന്റെ പിഴവുകേടാണത്. എന്റെ ഇവിടെ ആദ്യമായി ഹിമായത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മദ്രസ പ്രസ്ഥാനം വരുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട് കേന്ദ്രമാക്കിയിട്ടുണ്ടായിരുന്നു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു സംഘം, ഹിമായത്തുൽ ഇസ്ലാം. ഈ ഹിമായത്തുൽ ഇസ്ലാം സംഘത്തിന്റെ അധ്യാപകനായിരുന്നു 1912 മുതൽ തന്നെ PV മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മഹാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാകട്ടെ. അങ്ങനെ അവസാനം വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാനായ ആ മനുഷ്യൻ 1932 വഫാത്തായ സമയത്ത്, ഞാൻ ചുരുക്കി പോവുകയാണ്, ഈ പരിശുദ്ധമായ സമസ്തയുടെ പതാക ഏറ്റുവാങ്ങുന്നത് ആരാണ്? AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അവിടെയും AP ആണ്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആണ് പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി കടന്നു വരുന്നത്. ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇങ്ങനെ പ്രയാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തലയെടുപ്പുള്ള വലിയ അറിവും അവഗാഹവുമുള്ള ഹൈദരാബാദ് നിസാമും അതുപോലെ തന്നെ ഈ രാജ്യം ഭരിക്കുന്ന പല രാജാക്കന്മാരുടെയും പ്രതിനിധികൾ അടക്കം വന്നുകൊണ്ട് മസ്അലകൾ ചോദിക്കുകയും ഫത്വകൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന വലിയ വലിയ പണ്ഡിതന്മാർ. ഈ പണ്ഡിതന്മാരായിരുന്നു അന്ന് ആദ്യമായി സമസ്തയെ മുൻവിധിയോടുകൂടി ഇവിടെ ആദ്യമായി സമസ്ത രൂപീകരണം ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് ബഹുമാനപ്പെട്ട ഇന്ന് നമ്മൾ നെഞ്ചിലേക്ക് ലാളിക്കുന്ന നമ്മുടെ നേതാവ് MP കാന്തപുരം ഉസ്താദ് അവറുകൾ പരിശുദ്ധമായ സമസ്തയിലേക്ക് കടന്നു വരുന്ന ഒരു വരവുണ്ട്. അവിടുന്ന് EK ഹസൻ മുസ്ലിയാർ, അവിടുന്ന് വരക്കൽ മുല്ലക്കോയ തങ്ങൾ വഫാത്തായി പോയി, പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദ് വഫാത്തായി പോയി. ഇവരൊക്കെ നിലകൊള്ളുന്ന സമയത്ത് വഹാബികൾക്ക് ഇവിടെ ആകെ അടിയാണ്. അവർ എന്ത് പറഞ്ഞാലും ആദർശത്തിനെതിരെ അവർ എന്ത് പറഞ്ഞാലും വില പോകാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളത്തിന്റെ അവസ്ഥ മാറി. പാങ്ങിൽ ഉസ്താദ് വഫാത്തായി കഴിഞ്ഞപ്പോ അവർ വിചാരിക്കുന്നു ഇനി ഞങ്ങളെ എതിർക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴാണ് പുറത്തീരുകാരനായ റഷീദ് മുസ്ലിയാരിലൂടെ വരുന്നത്. റഷീദ് മുസ്ലിയാരുടെ പ്രവർത്തനത്തിലൂടെ അവർ വീണ്ടും അവിടെ നിന്ന് തന്നു പോവുകയാണ്. പിന്നീടാണ് EK ഹസൻ മുസ്ലിയാർ വരുന്നത്. EK ഹസൻ മുസ്ലിയാർ പരിശുദ്ധമായ ദീനിന്റെ വൈദികൾക്കെതിരെയുള്ള ആദർശഘോര ശബ്ദമായി മാറി. ആ സമയത്ത് EK ഹസൻ മുസ്ലിയാർ അജ്മീർ ഷരീഫിലേക്ക് യാത്ര പോകുമ്പോ അതേ അജ്മീർ ഷരീഫുമായി ബന്ധപ്പെടുത്തി പറയാനുള്ള മാസങ്ങളൊന്നും വരുന്നു കടക്കുന്നില്ല. അജ്മീർ ഷരീഫിലേക്ക് പോകുന്ന സമയത്ത് ആ യാത്രയിലാണ് ബഹുമാന
ബഹുമാനപ്പെട്ട എം പി ഉസ്താദിനെ പരിചയപ്പെടുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ആ പണ്ഡിതന്മാരുടെ ഇടയിൽ യാത്ര ചെയ്യുന്നു. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന പോലെയല്ല പണ്ഡിതന്മാരുടെ യാത്ര എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ യാത്ര ചെയ്യുമ്പോൾ പണ്ഡിതോചിതമാകുന്ന ചർച്ചകൾ അതിൻ്റെ ഇടയിൽ സംഭവിക്കും. ഈ പണ്ഡിതോചിതമായ ചർച്ചകളും വിവാദങ്ങളുടെയും ഇടയിൽ അവരുടെ സംശയങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ മറുപടി പറയുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട എം പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഉസ്താദ്. അന്ന് ചെറുപ്പക്കാരനായ യുവാവായ യുവ പണ്ഡിതനാണ്. അവിടുന്ന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് തന്റെ ജ്യേഷ്ഠനാകുന്ന ശംസുൽ ഉലമയോട് പറയുന്നു, എ പി കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ സമസ്തയിലെ മുഷാവറയിലേക്ക് എടുക്കണം. അങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ആദ്യമായി സമസ്തയിലേക്ക് കടന്നു വരുന്നത്. 1974 ഏപ്രിൽ മാസത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ സമസ്തയിലേക്ക് വരുന്നത്. 1976 ആയപ്പോഴേക്ക് ചാപ്പനങ്ങാടി ബാപ്പു ഉസ്താദിന്റെ കയ്യിൽ നിന്നും സുന്നി യുവജന പ്രസ്ഥാനത്തിന്റെ ത്രിവർണ്ണ പതാക ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടുന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ചൈത്രയാത്ര തുടങ്ങുകയാണ്. 1979 ആയപ്പോ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി പദവിയിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് തിരഞ്ഞെടുക്കുന്നു. സമസ്തയിലേക്ക് ഉസ്താദ് വന്ന ആ സമയം മുതൽ പിന്നീട് സമസ്തയിലേക്ക് വരുന്ന പ്രശ്നങ്ങളുടെയൊക്കെയും ആ പ്രശ്നങ്ങളൊക്കെയും ചർച്ച ചെയ്യുവാനും പരിഹരിക്കുവാനും മുന്നിൽ നിർത്തുന്ന ആൾ എ പി ഉസ്താദായി മാറി. ആ സമയത്ത് അവിടുന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ 1979 ശേഷം 1981 82 ആണെന്നാണ് ഓർമ്മ, ഒരു വലിയ സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനം എന്ന് പറയുന്നത് അക്കാലം വരെയും ഏത് രൂപത്തിൽ സമ്മേളനങ്ങൾ കടന്നു വന്നാലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുതലെടുപ്പുകളും രാഷ്ട്രീയ നേതാക്കന്മാരുടെ വേദി കയ്യേറലുകളും ഒക്കെയും ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് മാറിയിരുന്നുകൊണ്ട് അവിടുന്ന് താജുൽ ഉലമാ ഉള്ളാൾ തങ്ങളുടെയും അവിടുന്ന് എ പി ഉസ്താദിന്റെയും നേതൃത്വത്തിൽ നടന്ന SYSന്റെ വലിയ ഒരു സമ്മേളനം. ആ സമ്മേളനത്തിൽ ശ്രീരന്മാരും ആലിമീങ്ങളും അണിനിരന്നുകൊണ്ട് ഈ പ്രസ്ഥാനമത ഉലമാക്കളുടെ കീഴിലേക്ക് മാറുന്നു എന്ന് കണ്ടപ്പോൾ അവിടെ രാഷ്ട്രീയ ബദ്ധവൈരികൾ അതാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, കുബുദ്ധികൾ നിറയുകയാണ്. ഈ രൂപത്തിലുള്ള സംഭവം 1979 ശേഷം ഉസ്താദ് ജോയിന്റ് സെക്രട്ടറി ആയത് മുതൽ വന്നതല്ല, മറിച്ച് ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നമ്മൾ പഠിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ അന്ന് മുതൽ ഇവിടെ തുടങ്ങിയതാണ് അഭിപ്രായ വ്യത്യാസം. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായി കഴിഞ്ഞപ്പോ ഒരു വിഭാഗം ആളുകൾ ഉടലെടുക്കുന്നു. റസൂലുള്ളാഹിന്റെ ഈ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ശരീരം ഭൗതിക ദേഹം ഇവിടെ നിന്നും അതാ മക്കത്തേക്ക് കൊണ്ടുപോകണമെന്നൊരു വിഭാഗം ആളുകൾ, മറ്റൊരു വിഭാഗം ആളുകൾ വേണ്ട, അതാ ഇസ്ലാമിന്റെ ആദ്യത്തെ ഖിബലയാകുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകണം. വേറെ വിഭാഗം വേണ്ട, മദീനയിൽ തന്നെ അടക്കണം. അവിടെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കുകയാണ്. പിന്നീട് അവിടുന്ന് അല്ലാഹുവിന്റെ ഹബീബിന് ശേഷമുള്ള ഖിലാഫത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവിടെ കുപ്രചരണം അഴിച്ചുവിടുന്നു. അലിയാരെ നിങ്ങൾ ബൈഅത്തിന് വരാത്തതിന്റെ കാരണം എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ ബൈഅത്ത് ചെയ്തത് ഖിലാഫത്തിൽ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിലാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകൻ ഇങ്ങോട്ട് വരാത്തതെന്ന് പറയുമ്പോ അവിടുന്ന് റസൂൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും വലിയ അനുരാഗിയാകുന്ന സിദ്ദീഖ് തങ്ങൾ ഇടപെടുന്നു. അവിടുന്ന് അലിയോട് ഞാൻ സംസാരിക്കാം, ഉമർ തങ്ങൾ കൂടെ പോകുന്നു, ഞാനും പോകാം. ഇങ്ങനെ ഇരുവരും പോയി. അലി തങ്ങളെ കാണുമ്പോ അവിടെ ഒരു സംഭവം ഇങ്ങനെ നടന്നത് പോലും അലി തങ്ങൾ അറിയില്ല. അലിയാരെ തങ്ങളെ കൊണ്ട് വരാതിരുന്നത്
അള്ളാന്റെ ഹബീബിന്റെ വഫാത്തിന്റെ സങ്കടം മാറാത്തതിന്റെ പേരിലാണ് അങ്ങോട്ട് വരാതിരുന്നത്. എന്നാൽ ഈ അവസരം മുതലാക്കിയിട്ട് അവിടെയും അതാ ഈ കുപ്രചരണം വരികയാണ്. അത് കഴിഞ്ഞ് നിൽക്കുന്നുണ്ടോ ഇല്ല. രാഷ്ട്രീയ ശക്തികൾ അവിടുന്ന് ഈ സമുദായത്തിന് എപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ തുറന്നു പറയുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ പല വിഷയങ്ങളും ഇവിടെ ഈ നാട്ടിൽ ഈ സമുദായത്തിന് പല പ്രയാസങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് അവിടുന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ഖലീഫയാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലേക്ക് അവിടെയും വന്ന രാഷ്ട്രീയ വൈദികളുടെ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ റമദാൻ മാസത്തിൽ ഖുർആൻ എടുത്തുകൊണ്ട് നോമ്പുകാരനായി ഓതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധമായ ആയത്ത് ഓതി പൂർണ്ണമാകുന്നതിന് മുമ്പ് അവിടുന്ന് കഴുത്തിലേക്ക് കത്തിവെച്ചുകൊണ്ട് അവിടുന്ന് കൊന്നുകളഞ്ഞു. ഇത് രാഷ്ട്രീയ ശക്തികളുടെ പ്രേരണകളായിരുന്നു. ഇതൊക്കെയും കഴിഞ്ഞ് വീണ്ടും കടന്നു വരുന്നു എത്രയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും. അവസാനം അലീതങ്ങൾക്ക് ശേഷമതാ രണ്ട് ചേരിയാകുന്നുണ്ട്. മുആവിയ തങ്ങളുടെ ചേരിയാകുന്നുണ്ട്, അലീതങ്ങളുടെ ചേരി വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയും പ്രയാസങ്ങളുണ്ടായി അവസാനം ഇതിനതാ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒന്നിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും എത്രയോ പ്രശ്നങ്ങളും ചേരികളും വിഷയങ്ങളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇത് 1979 ഒരു MP അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഇവിടുന്ന് സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിയായി എന്നതിന്റെ പേരിൽ ഉടലെടുത്ത പ്രശ്നമല്ല. കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം തന്നെ തുടങ്ങിയതാണ്. ഇങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ പ്രശ്നങ്ങൾ കൊണ്ട് എത്രയോ നഷ്ടങ്ങളാണ് ഈ സമുദായത്തിന് ഉണ്ടായിട്ടുള്ളത് നാം ഓർത്തു നോക്കണം. എത്രയോ വിഷയങ്ങൾ നാം ഓർക്കുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീര് പൊടിയുന്ന വിഷയങ്ങൾ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയ മകനെ അവിടുന്ന് റമദാനിലെ അവിടുന്ന് അതാ കടാരെടുത്തുകൊണ്ട് വയറ്റിലേക്ക് കുത്തിക്കൊണ്ട് കൊന്നുകളഞ്ഞത് ഇതും ഈ അസൂയ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വിഷയങ്ങളാണ്. രണ്ടാമതോ തറാവീഹ് നിസ്കാരം കഴിഞ്ഞപ്പോ കുറ്റിമൂച്ചിയിലുള്ള അബ്ദുൽ എന്ന് പറയുന്ന സഹോദരൻ തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കടന്നുപോയപ്പോ ആ തറാവീഹ് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ ഹൗദിൽ നിന്ന് ഒളൂഹെടുക്കാൻ നേരം ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കേരളക്കരയിൽ ഉണ്ടായതാ. കുറ്റിമൂച്ചിയിൽ അബ്ദുൽ എന്നറിയപ്പെടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനെ അതാ കുടൽമാല കുത്തി വെളിയിലിട്ട് പള്ളിയുടെ പരിസര പ്രദേശത്തുള്ള ഉമ്മമാർ അവിടെ നിന്ന് മുളക് പൊടി കൊണ്ടുവന്ന് കുടൽമാലയിലേക്ക് മുളക് പൊടി വിതറിയിട്ട് വളരെ ക്രൂരമായി കൊണ്ട് കൊലപാതകം ചെയ്തു കളഞ്ഞു. KTC അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന യുവാവായ മുഅല്ലിം തന്റെ ഉപ്പാക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോ അവിടുന്ന് തിരിച്ചു വന്ന സമയത്ത് ഉപ്പാക്ക് മരുന്ന് കൊടുക്കാൻ പോലും സമ്മതിക്കാതെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി അവസാനം തലയിലേക്ക് പിരിക്കമ്പി പിരിച്ചു കയറ്റിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഉപ്പാക്ക് ഞാൻ നീ മരുന്ന് കൊടുത്തു കൊള്ളട്ടെ. സമ്മതിക്കുന്നില്ല. ഇല്ലടാ, നിന്റെ ഈ തലയിൽ കുത്തി പിരിച്ചു കയറ്റിയ ഈ കമ്പിയിൽ ഞങ്ങൾ ഞങ്ങളുടെ പതാക ഉയർത്തുമെന്ന് പറഞ്ഞ് അവിടുന്ന് ആക്രോശിക്കുന്ന ആളുകൾ മണ്ണാർക്കാട് ഹംസയും നൂറുദ്ദീനും ആനക്കയും കുട്ടിക്കയും ഇളങ്കൂർ ഹാജിയും ഒക്കെയും ഈ പ്രസ്ഥാനം ഇതുപോലെ പരിശുദ്ധമാകുന്ന ഈ പ്രസ്ഥാനത്തെ ഇവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ധീരമായി ജീവൻ കൊടുത്ത ആളുകളാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം നടത്തിയ കാലം മുതൽ ഏറ്റുവാങ്ങിയ അതേ അവസ്ഥകൾ ആ ഒരു അവസ്ഥയിലൂടെ തന്നെ ആ ബന്ധവൈരികളുടെ ഇടയിൽ നിന്നും ഈ പരിശുദ്ധമാകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അനുഭവിച്ചതിന്റെ ചരിത്രയാത്ര തുടർന്ന് ഇന്ന് അതിന്റെ 100ന്റെ നിറവിൽ നാം എത്തി നിൽക്കുകയാണ്.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാം വാർഷികം ആചരിക്കപ്പെടുന്നതാണ് ഈ 2025 കടന്ന് 2026ന്റെ തുടക്കം. ഇത് പറയുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം നേരിട്ടതാകുന്ന എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, എന്തിനായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ ആദർശം എന്തായിരുന്നു, ആദർശത്തെ പറ്റി നാം ചർച്ച ചെയ്തില്ല. ആ പ്രസ്ഥാനം കടന്നു വന്ന വഴി മാത്രമാണ് സംസാരിച്ചത്. ഈ രൂപത്തിൽ ഇവിടെ കടന്നു വന്ന് 100 വർഷമായിരിക്കുകയാണ്.